എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഈ മലയാളം ഇംഗ്ലീഷ് ഫുൾ കോഴ്സിലെ 9ാമത്തെ യൂണിറ്റാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 8 യൂണിറ്റുകളായിട്ട് നമ്മൾ പഠിച്ചതും ആം, ഈസ്, ആർ ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് സിമ്പിൾ എന്നീ ഫോമുകളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് ഐ ഹാവ് ആൻഡ് ഹാവ് ഗോട്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ യൂസേജാണ്. ഐ ഹാവ് ഗോട്ട് എന്നിവ. ഓക്കെ, രണ്ടിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് അർത്ഥം. ഐ ഹാവ് എന്ന് പറഞ്ഞാലും ഐഫ് ഗോട്ട് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം. രണ്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം. യു ക്യാൻ സേ ഐ ഹാവ് ഓർ ഐ ഹാവ് ഗോട്ട്, അല്ലെങ്കിൽ ഹി ഹാസ് ഓർ ഹി ഹാസ് ഗോട്ട്. ഈ ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഏകവചനങ്ങൾ വരുമ്പോൾ, ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ വരുമ്പോൾ ഹാസോ അല്ലെങ്കിൽ ഹാസ് ഗോട്ടോ ഉപയോഗിക്കുന്നു. ഐയും ബഹുവചനങ്ങൾ വരുമ്പോൾ ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്നിങ്ങനെയാണ് വരുന്നത്. കാരണം ഹി ഏകവചനമായതുകൊണ്ട് ഹാസ് ഉപയോഗിക്കുന്നു, ഷീ ഏകവചനമായതുകൊണ്ട് ഹാസ് ഉപയോഗിക്കുന്നു, ഇറ്റ് ഏകവചനമായതുകൊണ്ട് ഹാസ് ഉപയോഗിക്കുന്നു. ഐയും ബഹുവചനങ്ങളും വരുമ്പോൾ നമ്മൾ ഹാവ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ഐയും ബഹുവചനങ്ങളും വരുമ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നു. ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ വരുമ്പോൾ ഹാസ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് സമാനമായി ഹാവ് ഗോട്ട് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാസ് ഗോട്ട് എന്നുള്ളത് ഉപയോഗിക്കാം. ഹാവ് ഗോട്ടിൻ്റെയും ഹാസ് ഗോട്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഐയും ബഹുവചനങ്ങൾ വരുമ്പോൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കുന്നു. ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ വരുമ്പോൾ ഹാസ് ഗോട്ട് ഉപയോഗിക്കുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഐഫ് ഗോട്ട് ബ്ലൂ ഐസ്, എനിക്ക് നീല കണ്ണുകളുണ്ട്. അല്ലെങ്കിൽ ഐഫ് ബ്ലൂ ഐസ്, എനിക്ക് നീല കണ്ണുകളുണ്ട് എന്നർത്ഥം വരുന്നു. ടിം ഹാസ് ഗോട്ട് 2 സിസ്റ്റേഴ്സ്, ടിമ്മിന് 2 സഹോദരിമാരുണ്ട്. അല്ലെങ്കിൽ ടിം ഹാസ് 2 സിസ്റ്റേഴ്സ്, ടിമ്മിന് 2 സഹോദരിമാരുണ്ട് എന്നർത്ഥം. അവർ കാർ ഹാസ് ഗോട്ട് 4 ഡോർസ്, ഞങ്ങളുടെ കാറിന് 4 ഡോറുകളുണ്ട് എന്നർത്ഥം. ആൻഡ് ജാന ഹീസ് ഇൻ ഫീലിംഗ് വെൽ, ഷി ഹാസ് ഗോട്ട് ഹെഡ് ഏക്ക്, ദയാലക്ക് സുഖമില്ല, അവൾക്ക് തലവേദനയുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ ഷി ഹാസ് ഗോട്ട് എന്നും പറയും. ഓക്കെ, ഷി ഹാസ് ഗോട്ട് ഹെഡ് ഏക്ക് എന്നും പറയും. ദ ലൈക്ക് അനിമൽസ്, ദേ ഹാവ് ഗോട്ട് എ ഹോഴ്സ്, അവർ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് ഒരു കുതിരയുണ്ട്, 3 നായക്കുട്ടികളുണ്ട്, 6 കാറ്റുകളും ഉണ്ട് എന്നർത്ഥം. ഇനി ഐ ഹാവിൻ ഗോട്ട് ആൻഡ് ഹാവ് യു ഗോട്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. നെഗറ്റീവ് സെൻറ്റൻസുകൾ വരുമ്പോൾ ഐ ഹാവിൻ ഗോട്ട് എന്ന് പറയുന്നു. ഐ ഹാവിൻറ്റ് ഗോട്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഐ ഹാവിൻറ്റ് എന്ന് മാത്രമോ നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഹാസിൻറ്റ് എന്നുള്ളതും ഇതേ അർത്ഥം തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ വരുമ്പോൾ ഹാസിൻറ്റ് എന്നോ അല്ലെങ്കിൽ ഹാസിൻ ഗോട്ട് എന്നോ പറയുന്നു. ഐയും ബഹുവചനങ്ങളും ആവുമ്പോൾ ഐ ഹാവിൻറ്റ് എന്നോ ഐ ഹാവിൻ ഗോട്ട് എന്നോ പറയുന്നു. അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹാവ് ഐ ഗോട്ട് എന്നുള്ളത് ആണ് ഹാവിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. കാരണം ഇതേപോലെയുള്ള ഓക്സിലറി വെർബുകളെ സബ്ജക്റ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചോദ്യമായി മാറും. മലയാളത്തിൽ വെർബിൻ്റെ അന്ത്യത്തിൽ നമ്മൾ രൂപമാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. നിങ്ങൾ കളിക്കാറുണ്ട് എന്നുള്ളത് കളിക്കാറുണ്ടോ എന്നാക്കി കഴിഞ്ഞാൽ ആവുകയാണ് മലയാളത്തിൽ സംഭവിക്കുന്നതെങ്കിൽ, ഇതേപോലെയുള്ള ഹാവ്, ഡു, ബി, ക്യാൻ, ഷാൾ, ഷുഡ് പോലെയുള്ള ഓക്സിലറി വെർബുകളെ സബ്ജക്റ്റിന് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചോദ്യമായി മാറുന്നു. അപ്പോൾ ഹാവ് ഐ ഗോട്ട്, എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട്, നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ഹാസ് ഹി ഗോട്ട്, അവൾക്കുണ്ടോ എന്നർത്ഥത്തിൽ വരുന്നു. അപ്പോൾ ഹാവിനെയും ഹാസിനെയും സബ്ജക്റ്റിന് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചോദ്യമായി മാറുന്നു. അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് വരുന്നത് യെസ് ഐ ഹാവ് അല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ് എന്നിങ്ങനെയാണ്. യെസ് ആണെങ്കിൽ യെസ് ഐ ഹാവ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഓക്കെ, അത് ഏകവചനമാണെങ്കിൽ യെസ് ഹി ഹാസ്, നോ ഹി ഹാസിൻറ്റ് എന്നിങ്ങനെ ചോദ്യരൂപങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. ഐവ് ഗോട്ട് എ മോട്ടോർ ബൈക്ക് ബട്ട് ഐ ഹാവിൻ ഗോട്ട് എ കാർ, എനിക്കൊരു മോട്ടോർ ബൈക്ക് ഉണ്ട് പക്ഷെ എനിക്ക് കാറില്ല എന്നർത്ഥം. ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹാരിസ് ഹാവിൻ ഗോട്ട് എനി ചിൽഡ്രൻ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹാരിസിന് കുട്ടികളില്ല എന്നർത്ഥം. ഇറ്റ്സ് നൈസ് ഹൗസ് ബട്ട് ഇറ്റ് ഹാസൻ ഗോട്ട് ഗാർഡൻ, നല്ലൊരു വീടാണ് പക്ഷേ ഇതിന് ഗാർഡൻ ഇല്ല. ഇറ്റ് ഹാസൻ ഗോട്ട് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഇല്ല എന്നർത്ഥം. ഹാവ് യു ഗോട്ട് എ ക്യാമറ, നിങ്ങൾക്ക് ക്യാമറയുണ്ടോ? നോ ഐ ഹാവ് ഇറ്റ്, എനിക്ക് ക്യാമറ ഇല്ല. ആൻഡ് വാട്ട് ഹാവ് യു ഗോട്ട് ഇൻ യുവർ ബാഗ്, എന്താണ് നിങ്ങളുടെ ബാഗിൽ ഉള്ളത്? ഹാവ് യു ഗോട്ട്, വാട്ട് ഹാവ് യു ഗോട്ട്? നത്തിങ്, ഇറ്റ്സ് എംപ്റ്റി, ഒന്നുമില്ല, അത് എംപ്റ്റി ആണ്. ആൻഡ് ഹാസ് ആൻ ഗോട്ട് എ കാർ, ആനിന് കാറുണ്ടോ? യെസ് ഷീ ഹാസ്, അവൾക്ക് കാറുണ്ട് എന്നർത്ഥം. വാട്ട് കൈൻഡ്സ് ഓഫ് കാർ ഹാസ് ഷീ ഗോട്ട്, എന്ത് തരം കാറാണ് അവൾക്ക് ഉള്ളത് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അതിൻ്റെ സി സെക്ഷനിൽ പറയുന്നത് ഐ ഡോണ്ട് ഹാവ്, ഡു യു ഹാവ് എന്നിവയുടെ നെഗറ്റീവ്
അതിൻ്റെ ചോദ്യരൂപങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ്. ഇൻ നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ യു ക്യാൻ ഓൾസോ യൂസ് ഡു ഓർ ഡസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെറും ഹാവ് യു ഗോട്ട് എന്ന് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഹാവിനെ ആദ്യം കൊണ്ടുവരുന്നത്. ഹാവ് യു ഗോട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഐ ഡോണ്ട് ഹാവ് എന്നുള്ളതും അല്ലെങ്കിൽ ഡു യു ഹാവ് എന്നുള്ളതുമാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാലും ഇല്ല എന്നതിന് അർത്ഥം. ആൻഡ് ഡു യു ഹാവ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നോക്കൂ, ദേ ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ, അവർക്കൊരു കുട്ടികളില്ല. ദേ ഹാവിൻ ഗോട്ട് എനി ചിൽഡ്രൻ എന്നുള്ളതിന് തുല്യമാണ്. ഹാവിൻ ഗോട്ട് എന്ന് പറഞ്ഞാലും ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് എന്നർത്ഥം. ആൻഡ് ഇറ്റ്സ് നൈസ് ഹൗസ് ബട്ട് ഇറ്റ് ഡസൻ ഹാവ് എ ഗാർഡൻ. ഇത് നല്ലൊരു വീടാണ്, പക്ഷെ ഇതിന് ഗാർഡൻ ഇല്ല. ഇറ്റ് ഹാസിൻ ഗോട്ട് എ ഗാർഡൻ എന്ന് പറഞ്ഞാലും അർത്ഥം ഹാസിൻ ഗോട്ട് എന്നുള്ളതിൻ്റെ അതേ അർത്ഥത്തിനാണ് ഡസിൻ ഹാവ് എന്ന് പറഞ്ഞാലും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡസ് ആൻ ഹാവ് എ കാർ, ആൻ കാർ ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെയും ചോദിക്കാം. അതുപോലെ ഹാസ് ആൻ ഗോട്ട് എ കാർ എന്നുള്ളതും ചോദിക്കാം. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഹൗ മച്ച് മണി ഡു യു ഹാവ്, എത്ര കാശാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഹൗ മച്ച് മണി ഹാവ് യു ഗോട്ട്, ഈ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐ ഹാവ് എന്നുള്ളതിൻ്റെയും ഐ ഹാവ് ഗോട്ട് എന്നുള്ളതിൻ്റെയും അർത്ഥം മനസ്സിലായിരിക്കുന്നു. ഐ ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ്, ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാലും ഉണ്ട് തന്നെയാണ്. ഐ ഹാവ് എന്നുള്ളതിൻ്റെ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡു യു ഹാവ് എന്നുള്ളതും, നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്നുള്ളതുമാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഗോട്ട് എന്നുള്ളതാണ് ഐ ഹാവ് ഗോട്ടിൻ്റെ നെഗറ്റീവ്, ആൻഡ് ഹാവ് യു ഗോട്ട് എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യരൂപം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠിക്കാൻ ഹാഡ് ആൻഡ് ഡിഡിൻ ഹാവ് പാസ്റ്റ് 11-12 പാഠങ്ങളിലുണ്ട്. അതുപോലെ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ഹാവ് ഷവർ പോലത്തെ വാക്കുകളെ കുറിച്ച് 57ാമത്തെ പാഠത്തിലുണ്ട്. ആൻഡ് സം ആൻഡ് എനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂണിറ്റ് 75ലും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എക്സസൈസുകൾ നോക്കൂ. ഒന്നാമത്തെ എക്സസൈസ്, റൈറ്റ് ദ ഷോർട്ട് ഫോംസ് വീഫ് ഗോട്ട്, ഹി ഹാസിൻ ഗോട്ട് പോലെയുള്ള ഷോർട്ട് ഫോമുകൾ എഴുതുക. ഇപ്പോൾ വി ഹാവ് ഗോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം വീഫ് ഗോട്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ ബാക്കി 6 ബാക്കി 5 നിങ്ങൾ എഴുതണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ എക്സസൈസ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. യു എൻ അംബർല, അതിൻ്റെ ചോദ്യം ഹാവ് യു ഗോട്ട് എൻ അംബർല എന്നുള്ളതാണ്. അതേപോലെ 2, 3, 4 മുതൽ 7 വരെയുള്ള ഈ 2 വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ചോദ്യരൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എക്സസൈസ് വാട്ട് ഹാസ് ടീന ഗോട്ട് ആൻഡ് വാട്ട് ഹാവ് യു ഗോട്ട്. ടീനക്ക് എന്താണ് ഉള്ളത്, നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. ടീനയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെയും സാങ്കല്പികമായ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു. ടീന ഹാസ് ഗോട്ട് ക്യാമറ, ടീനക്ക് ക്യാമറയുണ്ട്. ആൻഡ് ഐ ഹാവ് ഗോട്ട് ഓർ ഐ ഹാവ് ഇൻ ഗോട്ട് ക്യാമറ, നിങ്ങൾക്ക് ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ഹാവ് ഗോട്ട് എഴുതണം, ഇല്ലെങ്കിൽ ഐ ഹാവ് ഇൻ ഗോട്ട് എന്നുള്ളത് എഴുതണം. അതേപോലെ ഈ ബാക്കി 3 കൂടി നിങ്ങൾ ഈ ചിത്രം അനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് കറക്റ്റ് ആൻസർ കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇനി 4ാമത്തെ എക്സസൈസ് കൊടുത്തിരിക്കുന്നു, നോക്കാം. പുട്ട് ഇൻ ഹാവ് ഗോട്ട് ഓർ ഹാവ് ഗോട്ട് ഓർ ഹാസ് ഗോട്ട് ഓർ ഹാവിൻ ഗോട്ട് ഓർ ഹാസിൻ ഗോട്ട് എന്നിവ ചേർക്കുകയാണ് ഈ വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. സാറ ഹാസിൻ ഗോട്ട് എ കാർ, സാറക്ക് കാറ് ഇല്ല. ആൻഡ് ഷീ ഗോസ് എവരിവെയർ ബൈ ബൈസിക്കിൾ, എല്ലായിടത്തേക്കും പോകുന്നത് സൈക്കിളിലാണ്. ദേ ലൈക്ക് അനിമൽസ്, ദേ ഹവ് ഗോട്ട് 3 dogs and 2 cats, അവർക്ക് 3 നായ്ക്കളും 2 പൂച്ചക്കുട്ടികളും ഉണ്ട് എന്നർത്ഥം. ഇനി 3, 4 മുതൽ 7 വരെ നിങ്ങൾ ചെയ്യണം. അത് ഹാവ് ഗോട്ടും ഹാസൻ ഗോട്ടും ഏതാണ് കറക്റ്റ് എന്നുള്ളത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. 5ാമത്തെ എക്സസൈസ് നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്, യൂസ് ഹാവ് ഓർ ഹാസ് ഗോട്ട് ഓർ ഹാവിൻ ഓർ ഹാസിൻ ഗോട്ട്, വൺ ഓഫ് ദീസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, 4 wheels, 6 legs, എ ഹെഡ് ഏക്ക്, എ ടൂത്ത്, എ കീ, മച്ച് ടൈം, എ ഗാർഡൻ. ഐ ആം നോട്ട് ഫീലിംഗ് വെരി വെൽ, എനിക്ക് സുഖമില്ല. ഐ ഹവ് ഗോട്ട് എ ഹെഡ് ഏക്ക്, എനിക്ക് തലവേദനയുണ്ട്. ആൻഡ് ഇറ്റ്സ് നൈസ് ഹൗസ് ബട്ട് ഇറ്റ് ഹാസിൻ ഗോട്ട് എ ഗാർഡൻ, നല്ല വീടാണ് പക്ഷെ ഇതിന് ഗാർഡൻ ഇല്ല എന്നുള്ളത്. അതേപോലെ 3 മുതൽ 8 വരെ നിങ്ങൾ ഇതേപോലെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിഞ്ഞിരിക്കുന്ന അർത്ഥം. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഇത് വായിച്ച് നോക്കണം. ഐ ഹാവ് എന്നുള്ളതും ഐ ഹാവ് ഗോട്ട് എന്നുള്ളതുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും അർത്ഥം എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. രണ്ടും ഉപയോഗിക്കാം എന്നർത്ഥം. ഐ ഹാവ് ഗോട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഐ ഹാവ് ഇൻ ഗോട്ട് എന്നുള്ളതും അതിൻ്റെ ചോദ്യം ഹാവ് യു ഗോട്ട് എന്നുള്ളതും ആവും. ഐ ഹാവ് മാത്രമാണ് ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ഹാവ് എന്നുള്ളതും ഡു യു ഹാവ് എന്നുള്ളതുമാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 9 അധ്യായങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഓരോ അധ്യായങ്ങളും മറ്റൊരു അധ്യായത്തിൻ്റെ തുടർച്ച എന്നോണം തന്നെ പഠിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിലും പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ 9ാമത്തെ അധ്യായത്തിൽ ഹാവ് ആൻഡ് ഹാവ് ഗോട്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള അധ്യായങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇനി 10ാമത്തെ അധ്യായമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.